ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 68/2025 ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച് 10 ചോദ്യങ്ങളുടെ ആൻസർ ഡിസ്കഷൻ ആണ് ചെയ്യേണ്ട പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അപ്പൊ -5 നിന്നും -5 നിന്നും ഏത് സംഖ്യ കുറച്ചാൽ, അപ്പൊ നമ്മൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ എക്സ് ആയിട്ട് എടുത്താൽ -5 ഈക്വൽ ടു -14 -14. അപ്പൊ എക്സിന് ഇപ്പുറത്തോടെ എടുത്താൽ എന്ത് സംഭവിക്കും? സോ -5 14 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -14 ഇപ്പുറത്തോട്ട് +14 ആവും ഈക്വൽ ടു എക്സ്. അതായത് 14 - 5 9. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുതേത്? 48ന്റെ 3/4, അതായത് 48 × 3/4, 12 4 48. സോ 12 3 36, ഇതിന്റെ വാല്യൂ 36 കിട്ടും. 60ന്റെ 4/5, 60 × 4/5, 12 5 60, 12 4 48. ഇവിടെ നോക്കിക്കേ, 48ന്റെ 4/3, 48 × 4/3, 16 3 48, 16 × 4 64, 60ന്റെ 5/4, 60 × 5/4, അതായത് 60നെ 4 ക്യാൻസൽ ചെയ്ത് നമുക്ക് 15 കിട്ടും. 15 × 5 75. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലെയുള്ള 30 പെൻസിലുകളുടെ വില, അതായത് 4.54 × 30, 4.54 × 10 ചെയ്യുമ്പോൾ 45.4 കിട്ടും. 45.4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 45.4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 3 12 ശിഷ്ടം 1, I3 15 1 16, 16 ശിഷ്ടം 1, 4 3 12 1 13, 136.2. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. റീഡ് എന്നാൽ READ. റീഡ് എന്നാൽ ഹാഷ് 4 %, 6. പെയ്ഡ് എന്നാൽ $, %, 5 6. അങ്ങനെയാണെങ്കിൽ റൈപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് വേർഡിനകത്തും കോമൺ ആയിട്ടുള്ളത് ഏതാന്ന് നോക്കിയേ. രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ളത് എയും ഉണ്ട് ഡിയും ഉണ്ട്. എയും ഉണ്ട് ഡിയും ഉണ്ട്. എയും ഉണ്ട് ഡിയും ഉണ്ട്. സോ അങ്ങനെ രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ള കോഡ് ഏതാ ഉള്ളത്? കോമൺ ആയിട്ടുള്ള കോഡ് R ഉണ്ട്, % ഉണ്ട്. അപ്പം എയുടെയും ഡിയുടെയും കോഡ് %ഉം R ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആറിന്റെയും ഇയുടെയും കൂടെ കൂടാണ് ഹാഷും 4. അതുപോലെ പിയുടെയും ഐയുടെയും കൂടെ കോഡാണ് $ഉം 5. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? RIPE. ആദ്യത്തെ രണ്ടെണ്ണത്തിനകത്തും നമുക്ക് ഏതൊക്കെ എടുക്കാം? നമുക്ക് ആറും ഇയും എടുക്കാം. ആറും ഇയും എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഹാഷ് ഉണ്ട്, 4 ഉണ്ട്. പിന്നെ രണ്ടാമത്തെ വാക്കിൽ പിയും ഐയും എടുക്കാം. പിയും എടുക്കുന്നത് $ഉം 5. സോ $ഉം 5. ഈ കോമ്പിനേഷൻ എവിടെയാ വരുന്നത് നോക്കിയാൽ മതി. നമ്മൾ നോക്കിയേ, ഹാഷ് $, 5 4. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കണം. ഇവിടെ നോക്കിയേ, റീഡ്. ഇവിടെ ഇപ്പം ADയുടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കോഡ് എവിടെയാണ് വന്നിരിക്കുന്നത്? ഇപ്പൊ AD എന്ന് പറയുന്ന %ഉം R-ഉം, ദെൻ ഇവിടെ ഇക്വലന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ആറും ഇ എന്ന് പറയുമ്പോൾ ആറും ഇക്ക് വരുന്ന ഹാഷും 4 ആണ്. സോ ഹാഷ് 4. ദെൻ വരുന്നതെന്ന് പറയുന്നത് IP വരുമ്പോൾ 5ഉം $ഉമാണ്. 5ഉം $ഉമാണ്. സോ 5ഉം $ഉം. സോ നമുക്ക് ഹാഷിൽ തുടങ്ങുന്നു. ദെൻ $ഉം 5ഉം വരണം. ഹാഷും തുടങ്ങണം, $ഉം 5ഉം വരണം, 4ൽ അവസാനിക്കണം. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഓറിയൽ ഈസ് ടു റോം. അങ്ങനെയാണെങ്കിൽ ടെൻഡോം. റോമിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം വിൻഡോ ആർക്കിടെക്ചറിനെ വിളിക്കുന്ന പേരാണ് ഓറിയൽ എന്ന് പറയുന്നത്. ടെൻഡോൺസ് കാണപ്പെടുന്നത് മസിൽസിലും ബോൺസിലും ഒക്കെയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അതായത് 6 മണി എന്ന് പറഞ്ഞാൽ ക്ലോക്കിൽ ഇങ്ങനെ ഇരിക്കണം, 6 മണി. ഇത് മണിക്കൂർ സൂചി, ഇത് മിനിറ്റ് സൂചി, 6 മണി. എന്താ ചെയ്തേ? മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 6 PM ഈ സൂചിയെ എടുത്ത് നേരെ റൊട്ടേറ്റ് ചെയ്ത് 12 മണി, വടക്കെന്ന് പറയും നോർത്തേൺ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തു വെച്ചു. ദെൻ അങ്ങനെയെങ്കിൽ 9:15 PM 6 മണി കഴിഞ്ഞ് 9:15 എന്ന് പറയുമ്പോൾ എന്താണ്? 3 മണിക്കൂർ 15 മിനിറ്റ്. ഇപ്പൊ കറക്റ്റ് സമയം എന്താ? വടക്ക് ദിശയിലേക്ക് നമ്മൾ മണിക്കൂർ സൂചി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പൊ 12 മണിയായി. 12 മണി കഴിഞ്ഞ് 3.25 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3.25 ആവും സമയം. 3.25 എന്ത് സംഭവിക്കും?
3:15 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 3ന്റെ അടുത്തേക്ക് ഉണ്ടാവും. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് നേരെ, മിനിറ്റ് സൂചി ഇങ്ങനെ 15 അല്ലെങ്കിൽ 3ന് നേരെ, ഇത് 3 ആണെങ്കിൽ 3നും 4നും ഇടയിൽ മണിക്കൂർ സൂചി ഇരിക്കും. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 3ന് നേരെ ഇരിക്കും. 15:20 എന്നുള്ളതാണ് 15ന് നേരെ ഇരിക്കും. അപ്പൊ എന്താണ് 6 PM സമയം. അപ്പൊ മണിക്കൂർ സൂചി 6ന് നേരെയാണ് ഇരിക്കുന്നത്. വടക്ക് ദിശയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സമയം നേരെ 12 മണിയായി. 6 മണിയിൽ നിന്ന് 9:15 പോകുമ്പോൾ 3.25 മണിക്കൂറുണ്ട്. 12 മണിയിൽ നിന്ന് 3.25 മണിക്കൂർ മുമ്പോട്ടേക്ക് പോകുമ്പോൾ 3:15 സമയം. 3:15 മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 15 അല്ലെ 3ലേക്കായിരിക്കും. അതായത് കിഴക്ക്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പ്ലസ് എന്നാൽ പെർസെന്റേജും മൈനസ് എന്നാൽ ഇൻറ്റുവും ഇൻറ്റു എന്നാൽ പ്ലസും ആയാൽ അപ്പൊ എന്താണ് തന്നിരിക്കുന്നത് 100. പ്ലസിന് പകരം എന്താണ് ഡിവൈഡഡ് ബൈ 10. മൈനസിന് പകരം എന്താണ് ഇൻറ്റു 20. ഇൻറ്റുവിന് പകരം എന്താണ് +2. സോ 100 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 10 കിട്ടും. കാരണം നമ്മൾ ബോഡ്മാസ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. ബോഡ്മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. സോ അപ്പോൾ ഇവിടെ ആദ്യം ഡിവിഷൻ ചെയ്യുമ്പോൾ 100 ഡിവൈഡ് ബൈ 10 കിട്ടും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 20 +2. അപ്പൊ എന്ത് കിട്ടി? 10 × 20 200. 200 + 2 202. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഒറ്റയാനെ കണ്ടെത്തുക. 343, 341, 433, 431. 341, 431, 433 പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിനകത്ത് പ്രൈംസ് നമ്പേഴ്സ് അല്ലാതെ കോമ്പോസിറ്റ് നമ്പർ ആയിട്ട് വരുന്നത് 343 ആണ്. അതൊരു 7ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 343 ആയിരിക്കും. 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി ഏത്? ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലുള്ള സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് ആ സമ്മിനെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 5 15, 15 5 15 15 30, 30 20 50, 50 20 70, 75. ഇപ്പൊ 75 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 15 എന്ന് കിട്ടും. ഓപ്ഷൻ സി. അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് 5 വീതം 5 വീതം കൂട്ടി പോകുമ്പോൾ ആദ്യത്തെ നമ്പറിനെ എടുക്കുക, അവസാനത്തെ നമ്പർ എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 5 + 25 30. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക 15. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അടുത്ത 2n+5 എന്ന് പറയുന്നത് 1024. 2n+5 എന്ന് പറയുന്നത് 1024. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വിലയെന്നല്ല എന്നിന്റെ വിലയെന്നായിരുന്നു ചോദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിപ്പോ. 1024 എന്ന് പറയുന്നത് 210 ആണ്. അതായത് n+5 എന്ന് പറയുന്ന 10 എന്ന് കിട്ടും. therefore n = 10 - 5 5. therefore n അല്ല എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്ന എല്ലാ 10 ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.